മിസ്കീൻ എന്നതിൽ ആരെല്ലാം ഉൾപ്പെടും എന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം. വിവാഹം കഴിഞ്ഞ സഹോദരിക്ക് സക്കാത്ത് കൊടുക്കാം എന്നായിരുന്നു മനസ്സിലാക്കിയത്. എന്നാൽ അധ്വാനിക്കാൻ കഴിവുള്ളയാൾ സക്കാത്തിൽ നിന്ന് ഒഴിവാണെന്നും പറഞ്ഞു കേൾക്കുന്നു. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന അവർക്ക് മറ്റു സമ്പാദ്യങ്ങൾ ഒന്നുമില്ല. വീട് പണിക്ക് വേണ്ടി നോമ്പിന് ശേഷം പൈസ കടം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്നും നൽകാമോ എന്നാണ് ചോദ്യം. ഫക്കീറും മിസ്കീനും എന്ന് പറയുമ്പോൾ ഫക്കീർ നിർദ്ധരായ തീരെ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്കാണ് ഫക്കീർ എന്ന് പറയാം. നാട്ടിൽ അറിയപ്പെട്ടത് എന്നല്ല, തീരെ സാമ്പത്തിക ശേഷിയില്ല. ഒരാൾക്ക് ജോലിയില്ല, ജോലിയെടുക്കാൻ ആൾക്ക് കഴിയുകയുമില്ല, അങ്ങനെയുള്ള അങ്ങേ തല എത്തിയ ആളുകൾ. മിസ്കീൻ എന്ന് പറയുമ്പോൾ ഉള്ള സമ്പത്ത് കൊണ്ട് അയാൾക്ക് ജീവിതം കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല, തികയുന്നില്ല. കുട്ടികളെ നോക്കാൻ, ഭാര്യയെ നോക്കാൻ അതിനൊന്നും അയാൾക്ക് കഴിയുന്നില്ല. അയാൾക്ക് അധ്വാനിക്കാൻ പോകുന്നു, പക്ഷേ കിട്ടുന്ന പണം കൊണ്ട്, പ്രതിഫലം കൊണ്ട് അയാൾക്ക് ജീവിതം മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നില്ല. അതാണ് മിസ്കീൻ. അപ്പോൾ അത് മൊത്തത്തിൽ ഈ നിർവചനം മനസ്സിലാക്കിയാലും മതിയാവും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ കപ്പൽ ഉള്ള ആളുകളെക്കുറിച്ച് മസാക്കീൻ എന്ന് ഉപയോഗിച്ചിട്ട് സൂറത്ത് അൽ കഹ്ഫിൽ അവിടെ അത് ലിമസാക്കീന, ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു എന്നാണ്. അപ്പോൾ കുറേ ആളുകൾ ചേർന്നൊരു കപ്പൽ വാങ്ങിയാൽ കപ്പലുണ്ടാക്കിയിട്ടും അത് അവരുടെ നിത്യജീവിതത്തിന് തികയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് അവരെ മിസ്കീൻ എന്ന് ഉപയോഗിച്ചത്. ഇതേപോലെ ഒരു തൊഴിലാളി, ഒരു ജീവനക്കാരൻ, ഒരാൾ അയാൾക്ക് കിട്ടുന്ന ശമ്പളം, അയാൾ നിത്യേന കിട്ടുന്ന വരുമാനം, കൂലി, ഇതുകൊണ്ട് ജീവിതം സാധാ നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരത്തോടു കൂടിയല്ല കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ മിസ്കീനാണ്. അയാൾക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഒരാളുടെ അത്യാവശ്യത്തിൽപ്പെട്ടതാണ് അയാൾക്ക് വീട് ഉണ്ടാകുക, മാന്യമായ രൂപത്തിൽ വീട് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ സഹായിക്കാൻ സക്കാത്തിൻ്റെ മുതൽ കൊടുക്കാവുന്നതാണ്.